അള്ളാഹുവിൻ്റെ പരിശുദ്ധ സ്വർഗത്തിലെ 8 കവാടങ്ങളും ഒരു മനുഷ്യന് തുറന്നു കൊടുക്കുന്ന ഒരു ദുആ ഉണ്ട്. അവന് സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും കടന്നു പോകാം, ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാം. അതിനവൻ അവകാശം കൊടുക്കും അള്ളാഹു. അങ്ങനെ ഒരു ദുആ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ദുആയെക്കുറിച്ച് ഹദീസിൽ വന്നത് വുളൂവിന് ശേഷമുള്ള ദുആ എന്നാണ്. വുളൂവിന് ശേഷമുള്ള ദുആ. വുളൂവിന് ശേഷമുള്ള ദുആ കാണാതെ അറിയാമെന്നുള്ളൊരു കൈവക്കാനൊന്നും പറയുന്നില്ല. കാരണം അറിവിൻ്റെ വിസ്ഫോടനം തീർത്ത മഹാവിസ്മയത്തിന് മുന്നിൽ വന്നിരുന്ന് നാം അദബകേട് കാണിക്കേണ്ട. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു മോശമാവുമല്ലോ. കാരണം വളരെ ചെറിയ കുട്ടികൾ പോലും നിരന്തരമായി മദ്രസകളിൽ പഠിച്ച് മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ചെയ്തു വരുന്ന ഒരു ദുആയാണ് വുളൂവിന് ശേഷമുള്ള ദുആ. വുളൂവിന് ശേഷമുള്ള ദുആ മുടങ്ങാതെ ചെയ്താൽ, വുളൂവിന് ശേഷം 2 കൈയും ഖിബ്ലയുടെ നേരെ ആകാശത്തിലേക്ക് ഉയർത്തി ഷഹാദത്ത് കലിമ പറഞ്ഞ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ, അങ്ങനെ തുടങ്ങിയ ആ ദുആ കൃത്യമായി ചൊല്ലുന്ന ഒരാൾക്ക്, ആ ദുആ മുടക്കാത്ത ഒരാൾക്ക്, ആ ദുആ ഒഴിവാക്കാത്ത ഒരാൾക്ക് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ നിനക്ക് കടന്നു പോകാം എന്ന് നാളെ പരലോകത്ത് അനുവാദം കൊടുക്കുമെന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? ആ ദുആഇൻ്റെ അർത്ഥം തന്നെയാണ് അതിൻ്റെ കാരണം. നിരന്തരം ഒരു മനുഷ്യൻ ഇങ്ങനെ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് ഉളുവെടുത്തതിന് ശേഷം കരമുയർത്തിയിട്ട് ഈ പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് കരമുയർത്തിയിട്ട് ചോദിച്ചാൽ, ഉളുവോടുകൂടി ചോദിക്കുന്നതാണ്, നിരന്തരം ചോദിക്കുന്നതാണ്, ഒരു ദിവസം അല്ലാഹു അത് കബൂലാക്കും. അങ്ങനെ കബൂലാക്കുമ്പോൾ ഈ പറഞ്ഞ ചോദിച്ച കാര്യങ്ങളൊക്കെ അവന് കിട്ടും. അതാണല്ലോ കബൂൽ എന്ന് പറഞ്ഞാൽ, ദുആ ചെയ്ത കാര്യം നേടിയെടുക്കലാണ്. അങ്ങനെ നിരന്തരം ചോദിച്ച ഒരു കാര്യം അവൻ അല്ലാഹു കൊടുക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വജഅൽനീ മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുവേ, വുളുവെടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന എന്നെ അല്ലാഹുവേ നിന്റെ സ്വാലിഹീങ്ങളായ സച്ചരിതരായ അടിമകളിൽ ചേർക്കണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ രാജാവായി ഈ പവിത്രമായ മുറ്റത്ത് കിടന്നിറങ്ങുന്ന ബഹുമാന്യരുടെ തിരുഹദറത്തിൽ ഇരുന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ സ്വാലിഹീങ്ങളായ നിന്റെ അടിമകളിൽ പെടുത്തണേ എന്ന് നിസ്കാരം കഴിഞ്ഞ് ഞാനും നിങ്ങൾ വുളു കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആ ദുആ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധന ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നടത്തണം. ഒരു പ്രാവശ്യമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തണം. അല്ലാഹുവേ, യഥാർത്ഥ സ്വാലിഹീങ്ങൾ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ, അതല്ല ഈ രൂപവും ഭാവവും മാത്രമാണോ, ഈ രൂപവും ഭാവവും മാത്രമാണോ എന്ന് മദീനയിൽ ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്നവരൊക്കെ കരയുന്നു. എൻ്റെ കൂടെ ഉള്ളൊരു സഹോദരൻ പറയാണ്, ഉസ്താദേ, ഇവിടെ വന്നിട്ട് കരയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൽബ് കല്ലിനേക്കാൾ കടുത്തതായി പോയില്ലേ. നമ്മൾ ഇത്രയും പ്രസംഗിച്ച് പാട്ടുപാടി തലയെക്കെട്ട് കമീസൊക്കെ ഇട്ട് വന്നിട്ട് സാധാരണ ആൾക്കാർ മദീനയുടെ മുറ്റത്തെത്തുമ്പോൾ തന്നെ വിതുമ്പി പൊട്ടി തേങ്ങി കരഞ്ഞ്, എല്ലാ രാജ്യക്കാരും അങ്ങനെ. നമ്മളങ്ങനെ നമ്മുടെ ഗമയും ഗർവും ഒക്കെ കാണിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് കരയാൻ പറ്റുന്നില്ലല്ലോ. രൂപം ഭാവമെല്ലാം മികച്ചതല്ലോ, രോഗാണുക്കളെല്ലാം അകമീലല്ലോ. രൂപവും ഭാവവും എല്ലാം മികച്ചതാണ്, ഒന്നിനൊരു പ്രശ്നമില്ല. രോഗാണുക്കളൊക്കെ നമ്മുടെ ഉള്ളിലാണ്, പുറത്ത് കാണിക്കാതെ മൂടി പൊതഞ്ഞ് അത്രയൊക്കെ പുരട്ടി തേച്ച് പശയൊക്കെ മുക്കി വൃത്തിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. അല്ലാഹുവേ, ആ സംഘത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ആ രൂപഭാവം മാത്രമുള്ളവരെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വലാഹിയത്തിന്റെ എല്ലാ അടയാളങ്ങളും ഹൃദയാന്തരത്തിൽ കത്തിത്തെളിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് സ്വാലിഹായ മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ 6 കവാടങ്ങൾ അയാൾ തുറക്കണം, 6 കവാടങ്ങൾ അയാൾ അടയ്ക്കണം എന്നാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ സ്വാലിഹായ മനുഷ്യൻ ആകണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ചാരത്ത് വന്നിരുന്നിട്ട് നമ്മൾ പുറത്തങ്ങോട്ട് പോയി മറ്റേ സാധനം കയ്യിൽ വെച്ചിട്ട് ഇപ്രാവശ്യത്തെ ശംസുൽമയുടെ ഉറൂസ് സൂപ്പറായിരുന്നു എന്ന് പറയാൻ ചുണ്ടിനടിയിൽ മറ്റേ സാധനം വെച്ചുകൊണ്ട് പറയുന്നവർക്ക് ഇവിടുന്ന് ദുനിയാവിലും അടി കിട്ടും, ആഖിറത്തിലും അടി കിട്ടും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇൽമിൻ്റെ ഏറ്റവും വലിയ രാജാവാണ് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ. അത്രയും ഇൽമുള്ള ഒരു സഹാബി ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ഹൗദുൽ കൗസറിൻ്റെ ഭാഗത്ത് നിന്റെ കയ്യിൽ ഞാനൊരു വടി തരും, മുനാഫിഖീങ്ങളെ അടിക്കാനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം
അറിവിൻ്റെ രാജാക്കന്മാരുടെ കയ്യിലൊക്കെ ആ വടി ഉണ്ടാവും. ദുനിയാവിലുണ്ടാവും, ആഖിറത്തിലുണ്ടാവും. ദുനിയാവിൽ ശംസുലമയുടെ അടി കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ഉറക്കത്തിൽ അടി കിട്ടിയവരുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് അടിയുടെ അടയാളം കണ്ടുപിടിച്ചവരുണ്ട്. ഇപ്പം അതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും അങ്ങനെയൊക്കെ സംഭവിക്കുക. കാരണം എന്താ? വരയ്ക്കൽ സാധാരണ വരയ്ക്കലാണെന്നും മക്കാമ് സാധാരണ ഒരു മക്കാമാണെന്നും അറിയേണ്ട രീതിയിൽ അറിയാതെ ജഹിലിയത്ത് ഹൃദയത്തിൽ കയറിപ്പോയപ്പോൾ തോന്നിപ്പോകുന്ന സംശയങ്ങളാണ്. എല്ലാം ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. തിരുവനന്തപുരത്തെ സമയത്തു മുഹമ്മദ എന്ന പ്രോഗ്രാം പ്രാവശ്യം ജമിയത്തുൽ ഉലമ നടത്തുമ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റും വർക്കിംഗ് സെക്രട്ടറിയും ഒക്കെ ഇവിടെ വന്നിട്ട് ജിഫ്രി തങ്ങളുടെ കയ്യിലേക്ക് അതിൻ്റെ പതാക കൊടുത്തിട്ട് അത് തുടങ്ങിയിരിക്കുകയാണ്. ഈ സരസിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ മണ്ണിൽ വന്നിട്ട് തുടങ്ങുന്നത് ഒന്നും പരാജയപ്പെടില്ല. അപ്പോൾ പിന്നെ ഈ മണ്ണിൽ തുടങ്ങുന്നത് പരാജയപ്പെടുമോ? ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, 30 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ 30 മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എല്ലാ വർഷവും ഞങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഒരു അറബി കോളേജ് പോലെ അല്ലല്ലോ, ഒരു അറബി കോളേജ് പോലുമല്ല. ഇവിടെ പഠിക്കുന്ന മക്കൾ അല്ലെങ്കിൽ ഈ മണ്ണ് അത് നമുക്ക് തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ സമാധാനം പകർന്നു കൊടുത്ത, ഒരുപാട് ആളുകൾക്ക് മനസ്സിന് വലിയ റാഹത്ത് വാരിക്കോരി കൊടുത്ത ഒരു മണ്ണാണിത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം എന്തെന്നറിയോ? രാജകൊട്ടാരത്തിന്റെ സകലോലുപതയിൽ നിന്ന് തെരുവുകളിലൂടെ വനാന്തരങ്ങളിലൂടെ അന്നവും വെള്ളവും പോലുമില്ലാതെ പച്ചിലകൾ പോലും മൃഗങ്ങളെ പോലെ കഴിച്ചിരുന്ന് നടന്നു നീങ്ങിയിട്ട് സൂഫി ചക്രവാളത്തിന്റെ സിംഹാസനത്തിൽ പുഞ്ചിരി തൂകിയിരുന്ന മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അവർക്കൊക്കെ ഭൗതിക ലോകത്ത് വേണമെങ്കിൽ വേണ്ടുവോളം സുഖിക്കാമായിരുന്നു. അധികാരമാണ് വലുതെങ്കിൽ അവർക്കൊക്കെ അത് ആസ്വദിക്കാമായിരുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും തങ്ങന്മാരെയും മശായിഖന്മാരെയും കുറ്റപ്പെടുത്തിയിട്ട് അധികാരത്തിന്റെ അപ്പക്കഷണത്തിന് വേണ്ടിയിട്ട് ആടിക്കളിക്കുന്ന ഭൗതിക ലോകത്തിന്റെ കൂടെ ആട്ടം തുള്ളൽ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കണേ. നിങ്ങൾക്കുള്ളതുപോലെ ചെറിയൊരു സൈക്കിളിന്റെ അധികാരമല്ല, ഏറ്റവും വലിയ അധികാരത്തിന്റെ സോപാനത്തെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്നവരാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ടവർ പറയുകയാണ്, ഒരു മനുഷ്യൻ സ്വാലിഹാകണമെങ്കിൽ, ഒരു മനുഷ്യൻ സ്വലാഹിയത്തിന്റെ പ്രകാശം ഹൃദയത്തിൽ കൊണ്ടുവരണമെങ്കിൽ 6 കവാടങ്ങൾ ഹൃദയത്തിൽ അവൻ തുറക്കണം. 6 ഹൃദയത്തിൽ ലോക്കിട്ട്, ശക്തമായ ലോക്കിട്ട്, ആർക്കും തുറക്കാൻ പറ്റാത്ത ലോക്കിട്ട് അടച്ചുപൂട്ടണം. എന്നാലേ അവന് ഈ ഭൗതിക ലോകത്ത് ഇന്നത്തെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത്, ഇന്നത്തെ മത്സരങ്ങളെ തരണം ചെയ്ത് ഒരു സ്വാലിഹായ അടിമയാണെന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് സീല് വെച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുള്ളൂ. രൂപവും ഭാവവും ഒക്കെ പിന്നീട് വരുന്നതാണ്. വേഷവിധാനത്തിനൊക്കെ അസറുണ്ട്, അതൊക്കെ പിന്നീടാണ്, അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. ആദ്യം നോക്കേണ്ടത് ഹൃദയത്തിൽ ഈ കവാടങ്ങൾ അടഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഒന്നാമത് അടയ്ക്കേണ്ട കവാടം തഗ്ലുഖു ബാബുൻ നിഅമ എന്ന് പറഞ്ഞാൽ സുഖാഡംബരങ്ങളുടെ കവാടത്തെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ അതിന്റെ പിന്നാലെ പെട്ടെന്ന് അങ്ങോട്ട് കറണ്ടടിച്ച പോലെ ഓടിപ്പോകാൻ പാടില്ല. സുഖാഡംബരങ്ങളുടെ കവാടങ്ങൾ അടയ്ക്കണം. തഫ്തഹു ബാബു ശിദ്ദത്തി, കഷ്ടപ്പാടിന്റെ കവാടങ്ങൾ തുറക്കണം. കഷ്ടപ്പാട്, ത്യാഗം. ഇന്നെല്ലാവർക്കും സുഖമാണ് വേണ്ടത്, എല്ലാവർക്കും സുഖം വേണം. എല്ലാ പള്ളിയിലും AC വേണം, എല്ലാ ചീഫ് ഇമാമിൻ്റെ റൂമിലും AC വേണം. ഇല്ലെങ്കിൽ ഇമാമ് വരൂല എന്നാണ് സെക്രട്ടറി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ട് AC ആറാമെന്നല്ല ഞാൻ പറഞ്ഞത്, വെക്കാം. പക്ഷെ നമുക്ക് നിബന്ധന പറയാൻ പറ്റുന്നല്ലോ, അതൊരു വല്ലാത്ത സംഭവമാണ്. നമുക്ക് നിബന്ധന പള്ളി സെക്രട്ടറിയോട് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം ഏത് വാതിലാണ് തുറന്നു വെച്ചിരിക്കുന്നത്, ഏതാണ് അടച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. നമ്മളൊരു പള്ളിയിൽ ഖത്തീബായിട്ട് ചാർജ് എടുത്താൽ നേരത്തെ താമസിച്ചിരുന്ന മുസ്ലിയാർ നിങ്ങളെക്കാൾ പ്രഭാഷകനല്ല, നിങ്ങളെക്കാൾ അറിവ് കുറഞ്ഞ ആളാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗമ വരാൻ വേണ്ടി നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് ഈ റൂം പറ്റൂല എന്നാ പറയാം. കമ്മിറ്റിക്കാർ പള്ളിയുടെ ഫണ്ട് കൊണ്ട് ആ റൂം ഇടിക്കും. എന്തിനാണ്? ഈ മനുഷ്യന് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി വരാനുള്ള സൗകര്യം ഒരുക്കി. നമുക്ക് പറയാൻ കഴിയുന്നല്ലോ, അതൊരു വല്ലാത്ത തൊലിക്കെട്ടിയാണ്. പറയാൻ കഴിയുന്നല്ലോ നമുക്ക്, ഈ കെട്ടും ഈ മട്ടൊക്കെ വെച്ച് വലിയ ഡിഗ്രി പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നല്ലോ. രൂപത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സഹോദരങ്ങളെ. അള്ളാഹു പടച്ച റബ്ബ് പള്ളികളുടെ പൊരുത്തക്കേടുകളെ തൊട്ടും നാം പഠിച്ച കിതാബിൻ്റെ ഹർക്കത്തുകളുടെ പൊരുത്തക്കേടുകളെ തൊട്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുഖാഡംബരങ്ങളുടെ വാതിലുകൾ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഒരു നല്ല വാഹനത്തിൽ യാത്ര പോകരുത്, ഒരു നല്ല വീട്ടിൽ കിടക്കരുത് എന്നല്ല, അതേ എനിക്ക് പറ്റൂ എന്ന് നിങ്ങൾ കരുതരുത് എന്നാണ്. ഞാനൊരിക്കൽ മക്കത്ത് ഞാനും ബഹുമാനിനും ആദരണീയനുമായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകളുമുണ്ട്. അപ്പോൾ ആലിക്കുട്ടി ഉസ്താദിന് അവിടുത്തെ SKSSFിൻ്റെ കുട്ടികൾ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവൻ്റെ പറഞ്ഞു, വാക്കവി നിങ്ങളിവിടെ വന്നാൽ സന്തോഷമാവും. അപ്പോൾ ഉസ്താദിന് ഞാൻ പോകുന്നത് വലിയ സന്തോഷമാണ്, ഉസ്താദിൻ്റെ കൂടെ എനിക്ക് പോകുന്നത് വലിയ സന്തോഷമാണ്. അങ്ങനെ സമ്മതിച്ചു.
അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാത്രി വണ്ടി വന്നു. സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉസ്താദ് റൂമിൽ ഒന്ന് റെഡിയാകുമ്പോൾ വണ്ടി വന്നു. എൻ്റെ കണ്ണിൽ ഞാൻ ആ വണ്ടിയും അതിനേക്കാൾ താഴ്ന്ന ഒരു വണ്ടിയും മക്കയുടെ പരിസരത്ത് വേറെ കണ്ടിട്ടില്ല. അത്രയും പൊട്ടിപ്പൊളിഞ്ഞ ഒരു വണ്ടിയാണ്. അതിന് പുറകൊക്കെ പോയിട്ടുണ്ട് മൊത്തം. ആലിക്കുട്ടി ഉസ്താദ് മോനെ ഇത് ഏത് വണ്ടിയാണെന്നോ അല്ലെങ്കിൽ ഇതിന് ഞാൻ വരുന്നില്ല എന്നോ ഒന്നും പറയൂല എന്ന് എല്ലാവർക്കും അറിയാലോ. ആ പാവപ്പെട്ട മനുഷ്യൻ കയറി സീറ്റിലിരുന്ന് പോയി. എനിക്ക് വലിയ സങ്കടം തോന്നി, വലിയ പ്രയാസം തോന്നി. കാരണം ഒരു ഇസ്സത്തുള്ള പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇസ്സത്തുള്ള രാജാവാണ് അദ്ദേഹം. അപ്പോൾ നമ്മളൊരു ഗമയിൽ കൊണ്ടുപോകണം. അദ്ദേഹത്തിന് ഗമ വേണ്ട, നമുക്ക് അണികൾക്ക് വേണ്ടേ ഗമ. നമുക്കൊരു ഗമ വേണ്ടേ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ പരിപാടി, നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ശരിക്കും ക്ഷീണമുണ്ടായി. അങ്ങനെ ഈ പ്രോഗ്രാം ഒരു ടെറസിൻ്റെ മുകളിൽ റൂമിൽ ഇങ്ങനെ കൊണ്ടിരുത്തി ഇങ്ങനെ സംസാരിച്ച് ഞാൻ വരാൻ നേരത്തെ സംഘാടകരോട് പറഞ്ഞു, ആലിക്കുട്ടി ഉസ്താദ് 100% നിങ്ങളുടെ ഈ വരവും നിങ്ങളുടെ ഈ സഹകരണവും നിങ്ങളുടെ ഈ സ്വീകരണവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നനഞ്ഞിടം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരാൾ വിനയമുള്ള ആളാന്ന് കരുതിയിട്ട് അയാളെ തറയിലിട്ട് ചവിട്ടരുത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു നേതാവുണ്ട്, ഒരു രാജാവുണ്ട്, ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബഹുമാനവും ആദരവും നമ്മൾ ഉസ്താദിനെ കൊണ്ടുപോകുമ്പോൾ അതങ്ങനെ കാണിക്കണം. ഞാൻ അവരോട് ഗൗരവത്തിൽ, നല്ല ശബ്ദത്തിൽ, നല്ല ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. അതിലൊരു SKSSFിൻ്റെ കുട്ടി നാട്ടിൽ വിഖായുടെ പ്രവർത്തനം മറ്റു കാര്യങ്ങളൊക്കെ ഹിദ്മത്തൊക്കെ ചെയ്യുന്ന സഹോദരനായിരുന്നു. അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമൊന്നും അല്ല ഇത്, പക്ഷേ നമുക്കിങ്ങനെ എല്ലാം കൂടെ പെട്ടെന്നായപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പറഞ്ഞു പരാതിയൊന്നുമില്ല, ഞാനൊക്കെ ഏത് വണ്ടിയിലും എങ്ങനെയും പോവും. സ്വന്തമായിട്ട് വലിയ വണ്ടി ചിലപ്പോൾ നമുക്കുണ്ടാവും, പക്ഷേ ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പോഴോ ഒരു സംഘാടകരെ വിളിക്കുമ്പോഴോ അതിലൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. സുഗാഡംബരങ്ങളുടെ വാതിലുകൾ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, ആബിദീങ്ങൾ, സ്വാലിഹീങ്ങൾ അടച്ചു കളയണം നിർബന്ധമായും. അതേ പറ്റൂ എന്ന് പറഞ്ഞ് ദാഹിച്ചു പിന്നാലെ ഓടരുത്. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ വലിയ അപകടം നമുക്ക് വരും. നമ്മളെപ്പോഴും തുറന്നു വെക്കേണ്ടത് കഷ്ടപ്പാടിന്റെ വാതിലുകളാണ്. ഒരു പ്രോഗ്രാം നടത്താൻ കഷ്ടപ്പാടുണ്ട്. അനുയായികളോട് നിങ്ങളൊക്കെ പോസ്റ്റർ ഒട്ടിച്ചോളി, നോട്ടീസ് ഒട്ടിച്ചോളി, ഞങ്ങൾ പരിപാടി തുടങ്ങുമ്പോൾ സ്റ്റേജിലങ്ങോട്ട് പ്രത്യക്ഷപ്പെടുമെന്നല്ല. വേണമെങ്കിൽ അല്ലാഹുവേ തലയിൽ കെട്ടടിച്ചു വെച്ചിട്ട് കുപ്പായം മാറ്റിവെച്ചിട്ട് ആ മക്കളോടൊപ്പം പശകലക്കാനും പോസ്റ്ററൊട്ടിക്കാനും ഇറങ്ങിപ്പോകുന്നതാണ് കഷ്ടപ്പാടിന്റെ വഴി തുറക്കണമെന്ന് പറഞ്ഞത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഷ്ടപ്പാടിന്റെ വഴി നമ്മൾ തുറക്കണം. ഇന്ന് നമ്മുടെ ശരീരത്തിന് നമ്മൾ വല്ലാതെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഷ്ടപ്പാടിന്റെ ചരിത്രത്തെ ഓർത്തിട്ട് അല്പമെങ്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അതല്ലെങ്കിൽ നിങ്ങൾ കൊള്ളുന്ന സമസ്തക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സ് വെക്കണം. അള്ളാഹു അതിന് നമുക്ക് അനുഗ്രഹം തരട്ടെ. കുറച്ചെങ്കിലും കഷ്ടപ്പെടാൻ അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നാണ്. മക്ക മണ്ണിലെ മുഴുവൻ ആളുകളും വിളിച്ചിരുന്നത് വിശ്വസ്തൻ 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 എന്നാ. ഒരാളും മാറ്റിയില്ല. മാറ്റിയതെപ്പോഴാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ ഷഹാദത്ത് കലിമ നിങ്ങൾ ഉച്ചരിക്കണമെന്ന് ആരംഭ റസൂൽ പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്, അവിടെ മുതൽ തുടങ്ങിയ ബുദ്ധിമുട്ടിക്കലാണ്. ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇതുവഴി നടന്നു പോകുമ്പോ കമ്പോളത്തിന്റെ ഭാഗത്ത് ചെന്താമര പൂച്ചുണ്ട് വിരിഞ്ഞു നിൽക്കുന്ന പോലെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആണ് ഞാൻ കണ്ടത്. ഞാൻ മടങ്ങി വരുമ്പോഴോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലൂടെ രക്തം പൊടിയുന്നുണ്ട്. ചെളിവെള്ളവും മണ്ണും പൊടിയും എല്ലാം ആ ശരീരത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഒരു സുഗാഡംബരത്തിന്റെ വാതിലുകളും ആരംഭ റസൂലിന്റെ മുമ്പിൽ തുറന്നില്ല. തുറക്കാമെന്ന വാതിലുകൾ കൊട്ടിയടച്ചിട്ട് തുറന്ന വാതിലോ കഷ്ടപ്പാടിന്റെ വാതിലുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മകൻ മരണപ്പെട്ടു പോയാൽ, നമ്മുടെ നാട്ടിൽ ഒരു പ്രിയപ്പെട്ട വാപ്പാക്കൊരു മകൻ മരിച്ചാൽ, ഒരു ഉമ്മാക്കൊരു മകൻ മരിച്ചാൽ, സമാധാനത്തിന്റെ ആശ്വാസവാക്കിന്റെ തഅസിയത്തിന്റെ ഏറ്റവും വലിയ വചനാമൃതവും തൂകിയിട്ട് സഹോദരങ്ങളും കൂടപ്പറപ്പുകളും ബന്ധുമിത്രാദികളും മുഴുവനും അവന്റെ അരികിലേക്ക് ചെല്ലുന്നതാണ്. അള്ളാഹുവിന്റെ വിധിയാണ്, ക്ഷമിക്കണം പൊറുക്കണം എന്നൊക്കെ പറയും. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന് പ്രിയപ്പെട്ട മക്കൾ മരിച്ചു പോയപ്പോ അവിടെ പോലും സമാധാനത്തിന്റെ ഒരു വാക്ക് കൊടുക്കാറ് ആരംഭ റസൂലിന്റെ ചാരപ്പ് ചെന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? നീ വാലറ്റ് പോയവനായി പോയല്ലോ മുഹമ്മദേ. അബ്തർ, വാലറ്റ് പോയവനായി പോയല്ലോ നീ, ഒരു ഗതിയില്ലാത്തവനായി പോയല്ലോ, പരമ്പര പറയാൻ പോലും ഒരാളില്ലാത്തവനായി പോയല്ലോ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കലായിരുന്നു. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. ഉഹദ് മല സ്വർണ്ണമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അള്ളാഹു.
എൻ്റെ റബ്ബേ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹനത്തിൻ പർവ്വതമായങ്ങ് കെട്ടിയ വയറ്റിലെ കല്ലെങ്കിൽ നബിയെ സർവരും കല്ലെറിഞ്ഞങ്ങ് കിടന്നോരു തോയിഫിൻ മണ്ണെങ്കിൽ സൗകര്യമില്ലാത്ത പനയോല വീടിന്റെ തോൽപാത്രമായെങ്കിൽ നബിയെ തട്ടിയും മുട്ടിയും കൂടെ ഇരുന്നൂരു കുപ്പായമായെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കണം. ഒരു സൗകര്യമില്ലാത്ത പനയോല വീടിന്റെ പൊട്ടിയ തോൽപാത്രമായി ഞാൻ മാറിയെങ്കിൽ അല്ലാഹ് എല്ലാ കഷ്ടപ്പാടുകളും ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുമ്പോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന സുഖങ്ങൾ വന്നോട്ടെ, വരുന്ന സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും വന്നോട്ടെ, പക്ഷെ എനിക്കത് വേണമെന്ന് ഒരിക്കലും നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല. അതിനുവേണ്ടി മത്സരിക്കാൻ പാടില്ല, അതിനുവേണ്ടി മൽപ്പിടുത്തം നടത്താൻ പാടില്ല, അതിനുവേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കളെ കഴുത്തറക്കാൻ പാടില്ല, അതിനുവേണ്ടി കൂടപ്പറപ്പുകളെ വെട്ടിക്കൊടുക്കാൻ പാടില്ല, അതിനുവേണ്ടി ആത്മീയരെ കച്ചവടം ചെയ്യാൻ പാടില്ല. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കുളിപ്പിച്ചവർ പറയുകയാണ്, ആ ശരീരത്തിൽ വാളിന്റെ വെട്ടുകൊള്ളാത്ത ഒരു സ്ഥലം ബാക്കിയില്ല, ആ ശരീരത്തിൽ വാളിന്റെ വെട്ടുകൊള്ളാത്ത ഒരു സ്ഥലം ബാക്കിയില്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നോക്കിയ, മയ്യത്ത് കുളിപ്പിച്ച, മയ്യത്ത് പൊതിഞ്ഞ സഹോദരങ്ങൾ പറയാണ്, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ 100-ലധികം വെട്ടുകളും അതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഖിദ്മത്ത് ദഅവത്ത് എന്നൊക്കെ പറയുന്നത് സുഖമുള്ള ഒരു പരിപാടിയല്ല. കഷ്ടപ്പാടുണ്ടാവും, പരീക്ഷണമുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, കല്ലേറുണ്ടാവും, കസേരയെടുത്ത് അടിയുണ്ടാവും, ആക്ഷേപം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലോ ഇത്രയും വലിയ ആത്മീയ പ്രസ്ഥാനമായിട്ട് നമുക്കതൊക്കെ ഉണ്ടായെന്നല്ല ചിന്തിക്കേണ്ടത്. ഈ ആത്മീയ പ്രസ്ഥാനത്തിൽ അത് ഉണ്ടാവുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതെല്ലാം ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. 2024 ഉണ്ടാവും, ജീവിച്ചിരുന്ന 2034 ഉണ്ടാവും. അതൊന്നും ഒരു കാലത്തും തീരുന്നതല്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, മലക്കുകളൊന്നല്ലല്ലോ ഇത് നടത്തുന്നതും ഇതിന്റെ പ്രവർത്തകരും ഒന്നും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സോലിഹായ മനുഷ്യനാണ്, സോലിഹത്തായ ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ രാജകലയിൽ എങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. കഷ്ടപ്പാടുകളുള്ള അള്ളാഹു സോലിഹാണെങ്കിൽ അള്ളാഹ് പരീക്ഷണം കൊടുക്കൂലേ? പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾക്ക് എത്ര അസുഖം ഉണ്ടായിരുന്നു, എത്ര സർജറി കഴിഞ്ഞിട്ടുണ്ട് തലയിൽ. അവർ ജീവിച്ചിരുന്നപ്പോൾ ആ വാക്ക് പറയാൻ പോലും നമുക്ക് പേടിയായിരുന്നു. വഫാത്തായപ്പോൾ ബോധ്യപ്പെടുത്താണ്. അത്തിപ്പറ്റ ഉസ്താദിന് എന്തായിരുന്നു രോഗം? വൈറൽ പനിയായിരുന്നോ? കാലുവേദന മാത്രമായിരുന്നോ? വലിയ വലിയ രോഗങ്ങളുടെ ഘോഷയാത്രയുണ്ടായിരുന്നു മഹാന്മാരുടെ ശരീരത്തിൽ. എത്രയോ നമ്മുടെ പ്രിയപ്പെട്ട സോലിഹീങ്ങളായ മശായിഖന്മാരായ ആരിഫീങ്ങളായ പണ്ഡിതന്മാർക്ക് വലിയ പരീക്ഷണങ്ങൾ. പലരും പറയുന്നുണ്ട് കാളമ്പാടി ഉസ്താദിന്റെ മക്കൾ മരിച്ച സംഭവമൊക്കെ. പിന്നെ എനിക്കത് ഡയറക്റ്റ് അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പ്രസംഗ സ്റ്റേജിൽ അങ്ങനെ ഒരുപാട് പറയലില്ല. പക്ഷെ ഇവിടെ ഈ മഹാന്റെ ചാരത്തിരിക്കുമ്പോൾ അവരുടെ പേരൊക്കെ ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരികയാണ്. അതങ്ങനെ ഹൃദയം തുറന്ന് സിയാറത്ത് ചെയ്തിട്ട് വന്നിരുന്നുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി അത് ഓർമ്മ വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഖുന കാപ്പിൽ ഉമർ ഉസ്താദ് പൊട്ടച്ചർ അൻവരി അറബിക് കോളേജിൻ്റെ അമരത്തിരുന്നു കൊണ്ട് അള്ളാഹുവേ, വെളുവെളുത്ത ഹൃദയത്തിൻ്റെ ഒരു ഉടമ, കറുകറുത്ത ശരീരത്തിൻ്റെ ഒരു ഉടമ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടുത്തെ പേര് പറയുമ്പോൾ കരയുന്ന ആളായിരുന്നു. എത്ര അസുഖമാണ് അവസാനം അള്ളാഹു കൊടുത്തത്. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും കിതാബിൽ ഇത്രയും അഗ്രഗണ്യനായ ഈ മഹാനായ പണ്ഡിതൻ അള്ളാഹു എന്തിനാണ് ഈ രോഗം കൊടുക്കുന്നതെന്ന്. ഒരു സുഖമായിക്കോട്ടെ എന്ന് കരുതി കട്ടിൽ കിടന്നിട്ട് കയറിൽ പിടിച്ചാണ് മൂത്രമൊഴിക്കാൻ എഴുന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ഓട്ടോമാറ്റിക്കൽ ഈ കട്ടിൽ ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ ഈ സ്നേഹസാഗരവും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ, വീൽ ചെയർ, സ്ട്രെച്ചർ, വാട്ടർ ബെഡ്, ഇതിനെ കുറിച്ചൊക്കെ അറിയാം. അതൊരെണ്ണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് സംഘടിപ്പിച്ച് കൊടുത്തിട്ടും അതിൽ കിടന്നിട്ടില്ല. ആ വേദനയും രോഗവും സഹിച്ചിട്ട് അങ്ങനെ എല്ലാം. പാറന്നൂർ ഉസ്താദ് നിങ്ങളുടെ മുമ്പിലല്ലേ ജീവിച്ച് വിട പറഞ്ഞു പോയത്? കണ്ണിയത്തൂർ ഉസ്താദ് അവർകൾ നിങ്ങളുടെ കൺമുമ്പിലല്ലേ ജീവിച്ച് നടന്നു പോയത്? പക്ഷെ നമുക്ക് ഒരുപാട് സുഖങ്ങൾ അള്ളാഹു തന്നിരിക്കുന്നു, ഒരുപാട് സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. അള്ളാഹുവേ, പടച്ചവനെ, സാധുക്കളായ പാവപ്പെട്ടവരായ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ.
മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും പറഞ്ഞിരുന്ന, ഇസ്ലാമിക ചരിത്രത്തിന്റെ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു വർത്തമാനമുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഭൗതിക ലോകത്തിൽ നിന്ന് ഞാൻ വിട പറഞ്ഞത് ആദ്യകാലത്ത് വിട പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തോറ്റുപോകുമായിരുന്നു അല്ലാ. അന്ന് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അല്ലാ. അന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹരിച്ചവനായിരുന്നു അല്ലാ. അന്ന് വാപ്പ മരിച്ചില്ലല്ലോ മക്കളെ, അന്ന് മരിച്ചെങ്കിൽ തോറ്റുപോകുമായിരുന്നല്ലോ. മക്കൾ പറഞ്ഞു, അതിന് അന്ന് മരിച്ചില്ല, സന്തോഷിക്കല്ലേ വേണ്ടത്, എന്തിനാ കരയുന്നത്? ഇല്ല മക്കളെ, രണ്ടാമത് എന്തെല്ലാം വിപ്ലവം ഇസ്ലാമിന് വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ച് എന്തെല്ലാം വിപ്ലവങ്ങൾ നടത്തി. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പൂമുഖത്തിന്റെ ആ വർണ്ണവും സ്വർണവും സുഖവും ഒക്കെ വല്ലാണ്ട് ആസ്വദിച്ച് ജീവിച്ചു. അന്ന് ഞാൻ മരിച്ചില്ലല്ലോ മക്കളെ, അന്ന് മരിച്ചില്ലല്ലോ. അന്ന് മരിച്ചിരുന്നെങ്കിൽ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമായിരുന്നല്ലോ, അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നല്ലോ. ആ ഒരു ഭാഗ്യവും കിട്ടിയില്ലല്ലോ മക്കളെ. ഭൗതിക ലോകത്തിന്റെ വിഭവങ്ങൾ കൂടിപ്പോയി, അധികാരവും സ്വത്തുമൊക്കെ കൂടിയിട്ട് ഒരുപാട് കാലം പിന്നീട് ജീവിക്കാൻ പറ്റിയല്ലോ. ഇന്ന് ആ സുഖാഡംബരങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ മരിക്കുമ്പോ എനിക്ക് പേടിയാകുന്നു മക്കളെ. ഇന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് വീരോപഹാസം രചിച്ച മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ എല്ലാവർക്കും ഭയമായിരുന്നു പ്രിയപ്പെട്ടവരെ. കൊടുക്കാൻ കയ്യിൽ വെച്ചിരുന്ന പാവപ്പെട്ട 6 നാണയത്തുട്ടുകള് ആയിഷ റളിയല്ലാഹു അൻഹയോട് രാത്രി ഇങ്ങനെ ഉണർന്നിട്ട് ചോദിക്കുകയാണ്, ആയിഷ അത് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാലോ? പാവങ്ങൾക്ക് കൊടുക്കാനുള്ള നാണയത്തൊട്ട് കയ്യിലിരുന്നിട്ട് ഉറക്കം വരുന്നില്ല. രാത്രിയാണ് കിട്ടിയത്, ഉറങ്ങാൻ പറ്റുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, അത് കൊടുത്തിട്ട് നമുക്ക് ഉറങ്ങിയാലോ? അത് കൊടുത്തിട്ട് നമുക്ക് ഉറങ്ങി. നമ്മളാണെങ്കിലോ നോട്ടുകെട്ടിൻ്റെ മണം ഉണ്ടെങ്കിൽ ആഹഹ നല്ല സുഖരസമായ ഉറക്കാണ്. ആലോചിച്ച് നോക്കണേ, എത്രയോ മാറ്റമാണ് ഒരു സോലിഹായ മനുഷ്യനിൽ നിന്ന് നമ്മുടെ ജീവിതം. എത്രയോ പുറകെയാണ്, എത്രയോ ബേക്കലാണെന്ന് ആലോചിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തരുന്നത് സോലിഹായ മനുഷ്യനാണ്. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു തരുന്നത് സോലിഹായ മനുഷ്യനാണ്. എല്ലാ ആശീർവാദങ്ങളും അല്ലാഹു തരുന്നത് സ്വാലിഹായ മനുഷ്യർക്കാണ്. അത് നേടിയെടുക്കാറ് ഈ മഖാമിന്റെ ചുറ്റുവട്ടത്തിരിക്കുന്നതിൽ അർത്ഥമില്ല മുഅ്മിനേ. അതുകൊണ്ട് അടച്ചു വെക്കുക. ആഡംബരത്തിനോടുള്ള ദാഹം നിന്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ അതടച്ചു വെക്കണേ, അതടച്ചു വെക്കണേ, അടച്ചു വെക്കണേ. കഷ്ടപ്പാടിന്റെ ത്യാഗത്തിന്റെ വഴികൾ തുറക്കണേ. രോഗം തന്നാലും നമസ്കാരം ഒഴിവാക്കാത്ത, ആകെ കയ്യിലുള്ള പൈസ എത്രയാണ്, ഭാവി ജീവിതത്തെ കുറിച്ച് ആശങ്കപ്പെടാതെ സ്വതക്ക ചെയ്യുന്ന, ഏറ്റവും വലിയ മധുരമുള്ള ജീവിതത്തിന്റെ ഉടമയാകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. രണ്ടാമത് തുറക്കാനുള്ള കവാടം, അടയ്ക്കാനുള്ള കവാടം. അടയ്ക്കാനുള്ളത് ബാബുൽ ഇസ്സി എന്നാണ്, അഹങ്കാരത്തിന്റെ വാതിൽ. പ്രതാപം, സ്ഥാനം, മാനം, അധികാരം, ഇതിന്റെ വാതിൽ അടയ്ക്കണം. തഫ്തഹു ബാബുൽ ദില്ലി, ഒരു വിനയത്തിന്റെ വാതിൽ തുറക്കണം. ഇന്ന് പിന്നെ സെക്രട്ടറി ആവാൻ താല്പര്യമുള്ളവർ അപ്പോഴേ കൈവൊക്കെയാണ്, പിന്നെ താക്കൂല. അതിലെങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കുന്നത് വരെ അതങ്ങനെ തന്നെ നിൽക്കും. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ മഹലിലെ പ്രസിഡന്റ് എന്നോട് പറയാണ്, ഉസ്താദെ മരിക്കുന്നത് വരെ ഈ മഹലിൻ്റെ പ്രസിഡൻ്റായിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. എന്തോ ഒരു ആന മണ്ടത്തരാണ് ആ പഹയം പറഞ്ഞത്. ഞാൻ ദുആ ചെയ്യുമോ? ആലോചിച്ച് നോക്ക്, എത്ര കഷ്ടപ്പാടാണ് മക്കളെ അത്, അല്ലേ? ഒരു മഹലിൻ്റെ അധികാരമാണ്, എന്തധികാരമാണെങ്കിലും അത് വലിയ പ്രയാസമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കലുണ്ട്, രണ്ടാമതൊരു ജമിയത്തുൽ ഉലമയുടെ തിരഞ്ഞെടുപ്പ് വന്നിരുന്നെങ്കിൽ പടച്ചവനെ ഈ സാധനം ഇറക്കി വെച്ചിട്ട് ഓടി രക്ഷപ്പെടാമായിരുന്നു എന്ന്. വേറൊന്നും കൊണ്ടല്ല, സമസ്തയ്ക്ക് വേണ്ടി മരിക്കുന്നത് വരെ, അവസാന ശ്വാസം വരെ ഇൻഷാ അല്ലാഹ് ഖിദ്മത്തുണ്ടാവും. പക്ഷെ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്താണ് സന്തോഷമാണ്. ഉസ്താദെ നിങ്ങൾ വരിക, ഉസ്താദിൻ്റെ ഫോട്ടോ വയ്ക്കുക, ഉസ്താദിൻ്റെ പോസ്റ്റർ, അതൊക്കെ പറയും. പക്ഷേ ആഖിറത്തിൽ അവരാരും കാണൂല, അതാ പ്രശ്നം. ഇത് ചോദിക്കൂലേ എന്ത് ചെയ്തു? അത് നമ്മൾ വർഷത്തിലൊരിക്കൽ പ്രാർത്ഥനാ ദിനം നടത്തി, വർഷത്തിലൊരിക്കൽ ഒരു സമയത്ത് മുഹമ്മദ് നടത്തി, സമസ്തയുടെ സമ്മേളനത്തിന് വണ്ടി പിടിച്ച് ആളെ കൊണ്ടുപോയി. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. അവിടെ ഓരോ സെക്കൻഡും ഉത്തരവാദിത്തപ്പെട്ടതാണ്. MD ഉസ്താദ് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അപ്പോഴും തന്നെ ഫോൺ കട്ട് ചെയ്ത് മുസ്തഫ ഷറഫി ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പറയണം, SKSSFൻ്റെ ഒരു സെക്രട്ടറി ആക്കി തന്നാലും മതി, ജമിയത്തുൽ ഉലമയുടെ വേണ്ട. കാരണം എന്താ, മറ്റേതാകുമ്പോൾ കുറേ ഓടി കിടന്ന് പ്രവർത്തിക്കാം, ഇതിങ്ങനെ കസേര ഇരിക്കുകയും ചെയ്യണം, വലിയ ഉത്തരവാദിത്വമാണ്, പ്രശ്നങ്ങളുണ്ടാവും. വലിയ മഹാന്മാരിരുന്ന സ്ഥലത്തിലാണ് ചോട്ടയായ അറിവില്ലാത്ത ജാഹിലായ നമ്മളെ ഇരുത്തിയത്. അതിൻ്റെ ഗുണം തിരുവനന്തപുരം ജില്ലക്കാർ അറിയുന്നുമുണ്ട് ഇരുത്തിയൻ്റെ.
അതുകൊണ്ടൊരു ചാൻസ് കിട്ടിയാൽ ഏത് സെക്കൻഡിലാണെങ്കിലും ഇത് ഇറക്കി വെച്ചിട്ട് ഫ്രീ ആയിട്ടൊന്ന് സമസ്തയ്ക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ചെയ്യണേക്കാളും കൂടുതൽ ചെയ്യും. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഇപ്പോൾ ചെയ്യണേക്കാളും കൂടുതൽ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് വലിയ സുഖമാണ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഇതില്ലാണ്, നിസാരതയാണ്, വിനയമാണ്, താഴ്മയാണ്. അള്ളാഹു നമുക്കത് നൽകട്ടെ. നമ്മുടെ മഹാന്മാർ അത് നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ നമ്മൾ എന്തോ ആണ് എന്നൊരു തോന്നലുണ്ടാകുന്ന സ്ഥലത്താണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. ഞാനുള്ളത് കൊണ്ടാണ്, ഞാൻ പറഞ്ഞത് കൊണ്ടാണ്, ഞാൻ നേതൃത്വം കൊടുത്തത് കൊണ്ടാണ്, ഞാൻ പോയത് കൊണ്ടാണ്, ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ്, ഞാൻ കമ്മിറ്റിയിലുള്ളത് കൊണ്ടാണ്, എൻ്റെ പൈസ ഉള്ളത് കൊണ്ടാണ്, ഞാൻ ഫോൺ വിളിച്ചത് കൊണ്ടാണ്, അങ്ങനെ ഞാൻ 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 എന്നിങ്ങനെ വരൂലേ. ആള് കത്തുന്ന തീയാണ് ഇഷ്ക്, അതിനകത്തോ വല്ലാത്ത തണുപ്പ്. ഞാനില്ലാതായി തീരുന്നിടത്ത്, ഞാനില്ലാതായി തീരുന്നിടത്ത് ഓടിയെത്തും മാണിക്യമുത്ത്. ആള് കത്തുന്ന തീയാണ് ഇഷ്ക്, ഞാനില്ലാതായി തീരുന്നിടത്ത് ഓടിയെത്തും മാണിക്യമുത്ത് എന്നാണ്. ഞാൻ എന്ന വാക്കില്ലാതെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ എപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് ചോദിച്ചാൽ മതി. ഈ മണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഭൗതികവും ആത്മീയവുമായ എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടും ഭൂമിയിൽ നോക്കി വിനയത്തോടെ നടന്ന ഈ മഹാന്റെ കറാമത്ത് കൊണ്ട്, ഈ ഉറൂസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ ഒരു കടുകുമണിയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഈ സമയത്ത് തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാം നശിക്കും അതുണ്ടെങ്കിൽ, സർവ്വതും നശിക്കും. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബ്ർ. അഹങ്കാരത്തിന്റെ അണുവളവ് ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂല. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. ബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലൗതലഹു വലൗ കുൻത ഫളൽ വബി വൽ ഖൽബി ലൗ ഫളു മിൻ ഹൗലിക. അല്ലാഹുവിന്റെ ഹബീബേ അങ്ങയുടെ ഈ കാരുണ്യം, അങ്ങയുടെ മൃദുലമാനസമില്ലായിരുന്നെങ്കിൽ ആരാണ് നബിയേ അങ്ങയുടെ പിന്നാലെ വരുന്നത്? റസൂലേ അങ്ങയുടെ മനസ്സെത്ര വിശാലമാണ്, അങ്ങെത്ര താഴ്മയുള്ളവരാണ്, അങ്ങെത്ര കാരുണ്യവാനാണ് നബിയേ, വിനയമുള്ളവരാണ് റസൂലേ. അള്ളാഹു തന്നെ പറയാണ് ഖുർആനിലൂടെ. അതുകൊണ്ട് നമ്മൾ ആരും ഒരു വിഷയത്തിലും ഞാനുള്ളത് കൊണ്ടാണ് വരക്കൽ മഖാമിൻ്റെ ഉറൂസ് കമ്മിറ്റിയിൽ ഞാനുള്ളത് കൊണ്ടാണ് അടിപൊളിയായത്, ഞാനുള്ളത് കൊണ്ടാണ് സെറ്റപ്പായത്, ഒരു ചിന്തയും ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഒരു കമ്മിറ്റിയിലും ഒരു സമിതിയിലും ഒരു മീറ്റിങ്ങിലും നമ്മളൊന്നുമല്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ എടുക്കുന്ന തീരുമാനത്തിന് വലിയ ബറക്കത്ത് അല്ലാഹു തരും. ആ എടുക്കുന്ന തീരുമാനത്തിന് വലിയ ഇസ്സത്ത് അല്ലാഹു തരും. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കല്ലാ. മൂന്നാമത്തത് പറയുകയാണ്, വിശദീകരിക്കുന്നില്ല, പെട്ടെന്നത് പറഞ്ഞു തീർത്ത് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ദുആ ചെയ്യാം. അന്തരീക്ഷമൊക്കെ ഇങ്ങനല്ലേ, കുഞ്ഞുമക്കളൊക്കെ ഒരുപാട് വന്നതല്ലേ. മൂന്നാമത്തെ തുറക്കേണ്ട കവാടവും അടയ്ക്കേണ്ട കവാടവും ആദ്യം അടയ്ക്കുന്നത് പറയാ ബാബുർ റാഹ. റാഹത്തിന്റെ വാതിൽ അടച്ചിട്ട് ബാബുൽ ജുഹദ്, കഷ്ടപ്പാടിന്റെ, നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥമാണ്, പരിശ്രമത്തിന്റെ വാതിൽ തുറക്കണം. റാഹത്തെന്ന് പറഞ്ഞാൽ ഒരു പരിപാടിക്ക് ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ സുഖമായിട്ടിരിക്കുക, അങ്ങനെ സുഖമായിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് വിളിച്ചാലും വരൂല, വന്നാൽ ഇനി ഒരാൾ കൊണ്ടുവന്നാലോ അയാൾ വന്നതുപോലും ആരും അറിയില്ല. അങ്ങനെ ഒരു അറ്റത്ത് ഇങ്ങനെ ആ പരിപാടിയല്ല. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, അവസാന സമയം വരെ പരിശ്രമിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ, ഇപ്പൊ ദർസ് നടത്തുന്ന ഉസ്താദുമാർ, അവർക്ക് ദർസ് നടത്താനാണ് ഇഷ്ടം. റൂഹ് പിരിയുന്ന ദിവസവും ദർസ് നടത്താൻ അവർക്ക് ഇഷ്ടമാണ്. കാപ്പിലു മുസ്താദ് സുഖമില്ലാതെ കിടന്ന സമയത്ത് പൊട്ടച്ചർ അൻവരി അറബി കോളേജിന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കിതാബുമായിട്ട് വീട്ടിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇൽമ പറഞ്ഞു തരാം എന്ന്. മഹാന്മാരെ എല്ലാ ഉസ്താദുമാരും അങ്ങനെ തന്നെ, എല്ലാ ഉസ്താദുമാരും. അവർക്കിപ്പോൾ ജിഫ്രി തങ്ങളെ സംബന്ധിച്ചിടത്തോളം 100 കണക്കിന് ജോലിയുണ്ട്. അതൊരു സാധാരണ ഒരു നമ്മളെപ്പോലുള്ള ഒരാളാണെങ്കിൽ തല പൊട്ടിത്തെറിക്കേണ്ട സമയം കഴിഞ്ഞു. അള്ളാഹു ഇസ്സത്തും ആഫിയത്തും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോഴും ദറസ്, മറ്റു കാര്യങ്ങൾ ഒന്നും മുടക്കൂല. തിരുവനന്തപുരത്തേക്ക് ഒരു പ്രോഗ്രാം വിളിച്ചാൽ ദറസിന്റെ സമയത്ത് മടങ്ങിയെത്താൻ പറ്റുമെന്ന് ആദ്യം ട്രെയിനിന്റെ സമയം നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാ വലിയ പ്രസിഡന്റ് അല്ലേ, 3 ദിവസം ദറസ് മുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കൂല. ദറസ് അങ്ങനെ മുടങ്ങാനുള്ളതല്ല എന്ന ചിന്തയിൽ നിന്നാണ് അത് വരുന്നത്. അതാണ് ജുഹദ് എന്ന് പറയുന്നത്. ജുഹദ് അതാണ്.
സുഖമില്ലല്ലോ, കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നല്ല. പാതിരാത്രി 1:30 മണിക്ക് മാലിക് ദീനാർ പള്ളിയുടെ ഖാദിയുടെ റൂമിന്റെ അകത്ത് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഇത്ര വരുന്ന വെറുതിന്റെ കിതാബ് വായിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. പ്രസംഗം കഴിഞ്ഞ് ഒരുമിച്ച് ട്രെയിനിൽ പോകാനായിട്ട് ഉസ്താദിനെ വിളിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ കട്ടിൽ കിടന്നിട്ട് അത്ര ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഇരുന്നോതുമായിരുന്നു. അത്ര ക്ഷീണമുണ്ട്, കട്ടിൽ കിടന്നിട്ട് അത് ഓതി തീർക്കുകയാണ്. വാക്കവി ഇത് എല്ലാ ദിവസവും ഓതേണ്ടതാണ് മോനെ, അത് തീർക്കണം, എന്നാലാണ് റാഹത്ത് കിട്ടുള്ളൂ എന്നാണ്, സമാധാനവും സന്തോഷം കിട്ടുള്ളൂ എന്നാണ്. അല്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല അവര് കണ്ട റാഹത്ത്. മക്കളിങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കലല്ല അവര് കണ്ട റാഹത്ത്. എന്തിനേറെ സമസ്തയുടെ മഹാരഥന്മാരായ മശായിഖന്മാര് നടന്നു പോകുമ്പോ അവരുടെ ശിഷ്യഗണങ്ങളുടെ ചെരുപ്പെടുപ്പിട്ട് കൊടുക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. കുപ്പായത്തിന്റെ കമീസ് പോലും ചിലപ്പോ നല്ലതുപോലെ ഇടൂല, അതൊന്ന് പിടിച്ചിട്ട് കൊടുക്കുന്നത് പോലും വേറൊരാൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെ കുവൈറ്റിലൊരു പരിപാടിക്ക് പോയത്. അല്ലാഹുവേ, ഇതെന്തോ ഒരു ദിവസമാണ്. ഈ മഹാന്റെ ഹദറത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോ സമസ്തയുടെ മുഴുവൻ ഗുരുനാഥന്മാരും അറിയാതെ എന്റെ നാവിലേക്ക് ഇങ്ങനെ വന്നു പോവുകയാണല്ലോ അല്ലാ. കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെ കുവൈറ്റിൽ പോയ ഓർമ്മ എനിക്കുണ്ട്. ഉസ്താദിന്റെ കൂടെ വന്നത് മകനാണോ ശിഷ്യനാണോ എന്നറിയില്ല. ഞാൻ അവരോട് രഹസ്യമായിട്ട് പറഞ്ഞ് രാത്രി റൂമിൽ താമസിക്കുമ്പോ, ഉസ്താദ് ഇന്ന് ധരിച്ച വസ്ത്രം എനിക്കൊന്ന് തരുവോ? ഉസ്താദ് പോലും അറിയണ്ട, ഞാനൊന്ന് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് സർഫിട്ടിട്ടൊന്ന് കുലുക്കി ഒന്ന് പിഴിഞ്ഞു തരാം, ഒരു ബറക്കത്തിനാണ്. ഉസ്താദുമാരെ വസ്ത്രമലക്കിയവര് തോറ്റുപോയിട്ടില്ല, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തവര് പരാജയപ്പെട്ടു പോയിട്ടില്ല. അവര് കഴിച്ചിട്ട് കഴുകാൻ വേണ്ടി വെച്ച പാത്രത്തിന്റെ അറ്റത്തിരിക്കുന്ന ചോറ് കഴിച്ച ഒരാളും ഈ ഭൗതിക ലോകത്ത് തോറ്റുപോയിട്ടില്ല. അവരെ ചെറുപ്പ് നേരെ വെച്ച് കൊടുത്തവര്, അവർക്ക് കർച്ചീപ്പ് കൊടുത്തവര്, അവര് തുമ്മുമ്പോ തുടക്കാ തുണി കൊടുത്തവര്, അവര് കരയുമ്പോ കണ്ണീര് തുടച്ചവര്, അവര് നനയാതെ കുട പിടിച്ചു കൊടുത്തവര്, അവർക്ക് വാഹനത്തിന്റെ ഡോറ് തുറന്നു കൊടുത്തവര്, ഈ ഭൗതിക ലോകത്തിന്നവരെ ഒരുത്തന്റെ മുന്നിലും അവർക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട കുട്ടി പറയുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിബന്ധനയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിബന്ധനയാണ്, ഇതൊന്നും വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന്. ആലോചിച്ച് നോക്ക്, ചെയ്യാൻ എത്ര ആളുകളുണ്ട്, കൊടുക്കാൻ എത്ര ആളുകളുണ്ട്. ജിഫ്രി തങ്ങൾക്കൊരു വീട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഒരു വോയിസ് വന്നു നോക്കട്ടെ. MD ഉസ്താദിന് ഒരു വലിയ വാഹനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇട്ട് നോക്കട്ടെ. ആലിക്കുട്ടി ഉസ്താദിന് ഒരു ഹെലികോപ്റ്റർ വാങ്ങിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം വന്നാൽ ആഗ്രഹം പോലും തെറ്റാണെന്ന് അണികൾ പറയൂല. അത് വാങ്ങിക്കൊടുക്കാൻ എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുള്ളൂ. പക്ഷേ അവർക്ക് ആലോചിച്ച് നോക്ക്, എന്തെല്ലാം കിട്ടും ഈ ഭൗതിക ലോകത്ത്, എന്തൊക്കെ നേടാം അവർക്ക് ഭൗതിക ലോകത്ത്. പക്ഷെ അവരെപ്പോഴും ആ ഒരു താഴ്മയെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോഴും കഷ്ടപ്പെട്ട് ദറസെടുത്ത് പഠിപ്പിച്ച് കൃത്യമായി ഓടി നടന്ന് ത്യാഗം ചെയ്ത് പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ വളർന്നു വരുന്ന ചെറുപ്പക്കാർ കണ്ടുപഠിക്കണം. വളർന്നു വരുന്ന ചെറുപ്പക്കാർ കണ്ടുപിടിക്കണം. ഒരു ദിവസം എത്ര പരിപാടിക്കാണ് അവരൊക്കെ പോകുന്നത്, എന്തൊക്കെ മീറ്റിങ്ങിലാണ് അവർ പോകുന്നത്. ഒരു വോയിസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നോക്കേ, അപ്പോൾ വരാം 5 മിനിറ്റ് കഴിയുമ്പോൾ ആലിക്കുട്ടി ഉസ്താദിന്റെ വോയിസ് വരും. ഇന്ന സ്ഥലത്തെ SKSFന്റെ മക്കൾക്ക് എല്ലാവിധ ആശംസകളും. നമ്മൾ പ്രഭാഷകരായ നമ്മളടുത്തും കാണാൻ ഒരു SKSFന്റെ യൂണിറ്റിൽ നിന്ന് ഉസ്താദ് ഇവിടെ ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നടക്കുന്നുണ്ട്, ഉസ്താദിന്റെ ഒരു വോയിസ് കിട്ടിയ റാഹത്തായിരിക്കും. ഉസ്താദ് പറയും, തിരക്കാണ് മോനെ, വൈകുന്നേരം ആവട്ടെ നോക്കട്ടെ, ബിസിയാണ്, ഫുള്ള് രാത്രി പ്രസംഗമാണ്, ക്ഷീണമാണ്, അങ്ങനെ ആനയാണ്, തേനയാണ്, തേങ്ങാ കൊലയാണ്. ഒരു വോയിസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും ദുനിയാവിൽ സംഭവിക്കാനില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് അത്രയും വലിയ തല ആരാ തന്നത്? നമ്മൾ എന്നാണ് ഇത്ര വലിയ ആളായത്? ഒരാൾക്ക് ഒരു വോയിസ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പ്രകാശനം. ഉസ്താദ് ഞങ്ങളുടെ നാട്ടിലെ അതാണ്, ഈ പ്രകാശനം ചെയ്യാൻ പോകുന്ന ആളിനെക്കാളും ചോട്ട മൊയിലാക്കന്മാരായിരിക്കും ചിലപ്പോൾ ഇതിൽ പ്രസംഗിക്കുന്നത്. അതൊന്ന് കൈ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, അതിങ്ങനെ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അവിടെ നമ്മൾ വലിയ ഒരു ഇൽമിന്റെ രാജാവാണ് എന്നൊരു സ്വയം തോന്നൽ വരുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഹിദ്മത്ത് ചെയ്യണം, മരിക്കുവോളം ഹിദ്മത്ത് ചെയ്യണം, അവസാന ശ്വാസം വരെയും ഹിദ്മത്ത് ചെയ്യണം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഹിദ്മത്ത് കൊണ്ട് ഭൗതിക ലോകത്ത് ഈ ആത്മീയമായ പുരോഗതിക്ക് എന്തെങ്കിലും ഒരു ഗുണം നീ കൊടുക്കണേ അല്ലാ. ആ ഹിദ്മത്ത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നീ കൊടുക്കണേ റബ്ബേ. പ്രസംഗിച്ച് അവർ തരുന്ന മാന്യമായ പൈസയും വാങ്ങി സുഖമായിട്ട് മക്കളെയും ഭാര്യയും നോക്കി ജീവിച്ചാൽ ഒരാളും വീട്ടിലൊന്നും അടിക്കത്തൊന്നുമില്ല. ബാക്കി പൈസ ബാങ്കിലിടാം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാം. ഇഷ്ടമുള്ള വണ്ടി എടുത്ത് രാജകലയിൽ നടന്നാൽ ഒരാളും എന്തിനാ ബാക്കവി നിങ്ങൾ അങ്ങനെ നടക്കുന്നത് മോശമാണെന്ന് പറയൂല. എല്ലാവർക്കും ബഹുമാനം കൂടും, ആദരവ് കൂടും. അതാണ് ലോകം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ സ്നേഹസാഗരം, അറബി കോളേജ്, സംഘടനാ പ്രവർത്തനം, ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ആഖിറം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. സംശയമുണ്ടെങ്കിൽ ചെയ്യൂല, ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മൾ മരിച്ചുകൊണ്ടേ പ്രിയപ്പെട്ടവരെ. ഇവിടുത്തെ ചാരത്ത് ഇങ്ങനെ അത്ഭുതകരമായ ഉറൂസിന് നമ്മൾ വന്ന് കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? വിജ്ഞാനത്തിൻ്റെ വിപ്ലവം തീർത്തത് മാത്രമല്ല, ഖിദ്മത്തിൻ്റെ കൊട്ടാരം പണിഞ്ഞവരാണവർ. എത്ര യാത്ര ചെയ്തു. ഞാൻ ആ ചരിത്രത്തെക്കുറിച്ച് കേട്ടത് സ്വന്തമായി സ്റ്റേജ് കെട്ടി, സ്വന്തമായി നോട്ടീസ് അടിച്ച്, സ്വന്തമായി പരിപാടി നടത്തിയ ആളാണ് കിടക്കുന്നത്. അവിടുത്തെ മുമ്പിൽ ഒരു കസേര വന്നിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഭാഗ്യമല്ല എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കിക്കോളിയും പ്രിയപ്പെട്ടവരെ. അപ്പോൾ പഠിച്ചത് മാത്രമല്ല, ഇവിടുത്തെ പ്രിയപ്പെട്ട ഗുരുനാഥൻ നേരത്തെ പ്രസംഗിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഞാനത് സലാഹുദ്ദീൻ ഫൈസി ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളത് ശ്രദ്ധിച്ചോ ഉസ്താദെ ആ പറഞ്ഞ പോയിന്റ്. അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ടോപ്പ് ലെവലിലാണ് ആരുള്ളത്? ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുള്ളത് ടോപ്പ് ലെവലിലാണ്. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് എത്താൻ പ്രയാസമാണ്. അങ്ങനെ ഒരു ലെവലിലാണ് എത്തി നിൽക്കുന്നത്, ഭാഷാ പാണ്ഡിത്യത്തിലും ബുദ്ധിയിലും അറിവിലും. അങ്ങനെ ഒരു കഴിവ് നമ്മുടെ മക്കളിൽ, ആ കഴിവിൻ്റെ 100% നമ്മുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അവർക്ക് ദീനിനോട് താല്പര്യം കുറയും. ആ താല്പര്യം പിന്നെ ഉസ്താദുമാരുണ്ടാക്കണം, മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം, ഓട്ടോമാറ്റിക്കലി കുറയാൻ ചാൻസ് കൂടുതലാണ്. ഭൗതിക ലോകത്ത് എന്തും നേടാൻ പറ്റുന്ന ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കഴിവ് ബഹുമാനപ്പെട്ടവർ നേടിയെടുത്തിട്ടാണ് ആ തലയിക്കെട്ടും ആ തസ്ബീഹുമാലയും കൊണ്ട് ആത്മീയതയുടെ വിപ്ലവം പണിയെടുത്ത് ജുഹുദ് നടത്തിയതെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ അവിടുത്തെ പൊരുത്തത്തിന്റെ കീഴിൽ അവസാനത്തെ സഫിലെങ്കിലും ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. എത്രയോ ആളുകൾ എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും അവിടുത്തെ ഹദറത്തിലേക്ക് ഓതുന്നവരുണ്ട്. അവർക്ക് അല്ലാഹുവേ, നീ ഇവിടുത്തെ മഹബത്ത് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ, നീ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകൾ പറഞ്ഞാലും പാടിയാലും എഴുതിയാലും തീരാത്തതാണ് അല്ലാഹ്. അപ്പൊ 3 വാതിലുകൾ അടച്ചു, 3 വാതിലുകൾ തുറന്നു. അള്ളാഹുവിനറിയാം മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾ ഏത് വാതിലാണ് അടച്ചതെന്ന് അള്ളാഹ്ക്കറിയാം. 4-മത്തത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നത്, ബാബുൻ നൗം, ഉറക്കത്തിന്റെ വാതിലുണ്ടല്ലോ അത് അടയ്ക്കണം. എന്നിട്ട് ബാബു സഹർ, ഉറക്കമൊഴിക്കലിന്റെ വാതിൽ തുറക്കണം. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ പറയും, അത് നമ്മൾ അങ്ങനെയാണല്ലോ ഉസ്താദെ, ഉറക്കത്തിന്റെ വാതിൽ നമ്മൾ എന്നേ അടച്ചു, കോഴിക്കോട് കടപ്പുറത്തല്ലേ നമ്മളെ കറക്കം. കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ഒരു സഹോദരൻ രാത്രി വിളിച്ചു, മക്കളെ ഒരു ദിവസം ഉസ്താദെ ഇവിടുത്തെ കാഴ്ച കാണേണ്ടത് തന്നെയാണ്, നിങ്ങൾ ഇവിടെ അല്ലേ കൂടുതൽ വാത് പറഞ്ഞത്, അത് കാണാനുണ്ട്. അങ്ങനെ നളിക്കുകയാണ് സഹോദരിമാർ. ഭർത്താവാണോ കാമുകനാണോ അല്ലാഹു ആലം, ഏതായാലും ഒരു കോന്തം കൂടെ ഉണ്ടാവും, ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ആസ്വദിക്ക തന്നെ കോഴിക്കോട് കടപ്പുറത്ത് പാതിരാത്രിയിൽ 1 മണിക്ക് 2 മണിക്ക് കടല് തിന്നുന്നത് ഹറാമാണോ ഉസ്താദെ, കടല് കാണുന്നത് ഹറാമാണോ ഉസ്താദ് എന്നൊക്കെ ചോദിക്കും. ഒന്നും ഹറാമല്ല, ചെയ്തോളി. ഖബറിൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് അറിഞ്ഞാൽ മതി ഹറാമാണോ ഹലാലാണോ. അല്ലാഹുവിന് വേണ്ടിയുള്ള ഉറക്കമൊഴിക്കലാണ് തുറന്നു വെക്കേണ്ടത്. പാട്ടിനും ഡാൻസിനും ആഡംബരത്തിനും അനാവശ്യത്തിനും വേണ്ടിയുള്ള വാതിലല്ല തുറക്കേണ്ടത്. അതിനുവേണ്ടിയല്ല ഉറക്കമൊഴിക്കേണ്ടത്. അല്ലാഹുവിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കലിന്റെ വാതിൽ തുറക്കുക. അല്ലാഹു അല്ലാത്തതിനു വേണ്ടി ഉറക്കമൊഴിക്കലല്ല. എത്ര പാതിരാത്രികൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അത് തുടങ്ങി വെച്ചത് മദീനയുടെ രാജകുമാരനല്ലയോ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഉറക്കമൊഴിക്കലിന്റെ രാത്രി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വന്ന സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് പറഞ്ഞ 10 സ്വഹാബികൾ ആരാണ് രാത്രിയിൽ സുഖലോലുപതയോടെ കിടന്നുറങ്ങിയത്? ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ചാട്ടവാറ് കൊണ്ട് ശരീരത്തെ പ്രഹരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഉറക്കത്തിന്റെ വാതിലടയട്ടെ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ഒരു ബാധ്യതയുമില്ലാതെ സുഖമായി കിടന്നുറങ്ങുക, വീണ്ടും ഭക്ഷണം കഴിക്കുക, വീണ്ടും സുഖമായി തുറങ്ങുക. അതല്ല, ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലായി കുറച്ച് സമയത്തേക്ക് ഉറക്കമിടിഞ്ഞ് അല്ലാഹുവിനെ ഓർക്കാൻ. കുടുംബത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ യജമാനനായ പടച്ച റബ്ബിനെ ഓർക്കാൻ ഉറക്കമൊഴിക്കലിന്റെ വാതിനെ തുറന്നിടുക. വീണ്ടും മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
ബാബു നോമ നിങ്ങൾ അടച്ചു വെക്കുക, എന്നിട്ട് ബാബു സഹർ തുറന്നു വെക്കുക. ഉറക്കത്തിന്റെ വാതിൽ അടച്ചു വെച്ചിട്ട് ഉറക്കമൊഴിക്കലിന്റെ വാതിൽ നിങ്ങൾ തുറന്നു വെക്കുക. ഇബാദത്തിന് വേണ്ടി, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, ഒരുപാട് നന്മകൾക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കാൻ വേണ്ടി. കല്യാണത്തിനൊക്കെ എത്രയോ വെറുതെ അനാവശ്യമായ ഉറക്കമൊഴിക്കൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം വരുന്നുണ്ട്. ബാബുൽ ഗിന വൽ ഫഖർ ആണ് എടുത്തത്. ബാബുൽ ഗിന എന്ന് പറഞ്ഞാൽ അടയ്ക്കേണ്ട വാതിലാണ്, തുറക്കേണ്ട വാതിലല്ല. ഗിന എന്ന് പറഞ്ഞാൽ സമ്പന്നതയുടെ, ആഡംബരത്തിന്റെ, അഭിവൃദ്ധിയുടെ, വലിയ കൊടുമുടിയിലേക്ക് എത്താനുള്ള ആഗ്രഹത്തിന്റെ വാതിൽ അടയ്ക്കണം. ഫഖറിന്റെ വാതിൽ തുറക്കണം. ദാരിദ്ര്യത്തിന്റെ വാതിൽ. പേടിക്കാനൊന്നുമില്ല. വിഷമൊന്നും നമ്മൾ കഴിക്കേണ്ടി വരില്ല. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമില്ലേ, ഇന്നത്തെ ദിവസം കഴിച്ച ഭക്ഷണമില്ലേ, ആ ഭക്ഷണത്തിന്റെ 10ൽ 1 കഴിച്ചാൽ ഒരു മനുഷ്യന് സുഖമായിട്ട് ജീവിക്കാം. നിങ്ങൾ കരുതിയാൽ മതി. നമുക്ക് അങ്ങനെ തന്നെ കഴിക്കണം, നമ്മൾ വാശിയൊന്നും പിടിക്കണ്ട. ഇന്ന് നമ്മൾ പേരകൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല, എവിടെ നിന്ന് വരക്കൽ മക്കാമിൽ വന്ന സ്ഥിതിക്ക് ഹോട്ടലിൽ കയറിക്കാണോ എവിടെയെങ്കിലും. കോഴിക്കോട് വരുമ്പോൾ രുചികരമായ ഭക്ഷണം എവിടെന്നെങ്കിലും പേരകനോ സാഗറോ എവിടെന്നെങ്കിലും കഴിക്കും. അപ്പോൾ നമ്മൾ ആ കഴിച്ചതിൻ്റെ 10ൽ 1 മതി ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു ദിവസം. അപ്പോൾ നമ്മൾ കുറച്ച്, എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കണമെന്നല്ല, മറിച്ച് ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഗിനയുടെ വാതിൽ നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കരുത്. അത് വരുന്നെങ്കിൽ വന്നോട്ടെ, അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടരുത്. അത് വരുന്നെങ്കിൽ വന്നോട്ടെ.